ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെന്റർ. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി റിവ്യൂ ചെയ്യാൻ പോകുന്നത് ക്ലിക്ക് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും ഈ മൈക്രോ ജോബ്സ് എന്ന് പറയുന്നത്. ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ ക്ലിക്ക് വർക്കേഴ്സിലും അവർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് ചെറിയ ചെറിയ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, അതിലൂടെ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. വലിയ എമൗണ്ട്സ് ഒന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മണിക്കൂറിൽ മാക്സിമം ഒരു $10 വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ ഉള്ള ഒരു അവസരമുണ്ട്. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി വർക്ക്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാല്യൂ ഉള്ള പ്രോജക്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ചില ആളുകളൊക്കെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൺലൈനിൽ കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് അറിയാത്തത് കാരണമാണ് അവർ ഈ നെഗറ്റീവ് റിവ്യൂസ് അടിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ ചില പ്രോജക്റ്റുകൾ, ഇപ്പോൾ വലിയ പ്രോജക്റ്റാണ് ഈ കമ്പനിക്ക് കിട്ടുന്നതെങ്കിൽ അവർ ആ പ്രോജക്റ്റ് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മളെപ്പോലുള്ള ക്ലിക്ക് വർക്കേഴ്സിന് അല്ലെങ്കിൽ മൈക്രോ ജോബ് വർക്കേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, 2 ദിവസമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു ബാലൻസ് കാണിക്കില്ല. കാരണം ആ പ്രോജക്റ്റ് കംപ്ലീറ്റ്, ഇപ്പോൾ ഒരു 10 പേർക്ക് വിഭജിച്ചായിരിക്കും ഇവർ ഈ പ്രോജക്റ്റ് കൊടുക്കുന്നത്. ആ 10 പേര് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് ഫിനിഷ് ആയാൽ മാത്രമേ നിങ്ങൾക്കുള്ള എമൗണ്ട് അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അത് ചില പ്രോജക്ട്സിന് മാത്രം. പക്ഷേ ഇതിൽ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പ്രോജക്ട്സിനെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് എല്ലാ വെനസ്ഡേസിലാണ്. അതും നിങ്ങൾക്കൊരു പേപാൽ അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് വേണം. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ അത് ഇപ്പോൾ കറന്റ് അവൈലബിൾ അല്ല. അതുകൂടാതെ ഇതൊരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. 2005 സ്റ്റാർട്ട് ചെയ്ത വെബ്സൈറ്റ് ആണ്. ഇതൊരു US ആൻഡ് ജർമ്മനി ബേസ്ഡ് വെബ്സൈറ്റ് ആണ്. ഒരുപാട് ആളുകൾ, മില്യൺ കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഏകദേശം 136 രാജ്യങ്ങളിലെ ആളുകൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു അക്കൗണ്ട്, ക്ലിക്ക് വർക്കേഴ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര 1000 ആളുകൾ ഇപ്പോൾ കറന്റ് ഓൺലൈൻ ഉണ്ട് എന്നതെല്ലാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ക്ലിക്ക് വർക്കേഴ്സിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ പ്രൊഫൈൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഫൈൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പ്രൊഫൈൽ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കുറച്ച് ഓഫേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള വെബ്സൈറ്റിൽ ലഭിക്കുന്നത് പോലെ US ഡോളേഴ്സിലല്ല ഇതിൽ പേയ്മെന്റ് ലഭിക്കുന്നത്, മറിച്ച് യൂറോയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര എമൗണ്ട് നിങ്ങൾക്ക് ഓരോ പ്രോജക്ട്സിന് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപാൽ അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം. മറ്റൊരു വഴിയുമില്ല ഇത് വിഡ്രോ ചെയ്യാൻ. സോ പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ ഇനിയെങ്കിലും അത് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒരു 95% ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഇതുപോലുള്ള മൈക്രോ ജോബ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് പേയ്മെന്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഓൺലി ത്രൂ പേപാൽ അല്ലെങ്കിൽ പയോനിയർ അക്കൗണ്ട് ആണ്. ഇപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരുപാട് വെബ്സൈറ്റ് എല്ലാം ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് പേപാൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ലിക്ക് വർക്കേഴ്സിന് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലും വർക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ലാപ്ടോപ്പിൽ ചെയ്യുക എന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രോജക്ട്സ് അവൈലബിൾ ആയിരിക്കുന്നത് ലാപ്ടോപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ്. മൊബൈലിൽ എപ്പോഴും കുറവായിരിക്കും, ആപ്ലിക്കേഷനിൽ വളരെ കുറവായിരിക്കും വർക്ക്. ഈ ഒരു വെബ്സൈറ്റിൽ മറ്റൊരു ഓഫർ ഉള്ളത് സർവേസ് അത് എപ്പോഴും അവൈലബിൾ അല്ല. ചില സമയങ്ങളിൽ മാത്രമേ സർവേസ് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഇതുപോലുള്ള സർവീസ് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ലഭിക്കുന്നത് US, കാനഡ മുതലായ രാജ്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കും. ഇന്ത്യയിൽ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു നമ്മളെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതിലൂടെ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ആ ഫ്രണ്ട്സ് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഓഫർ കംപ്ലീറ്റ് ചെയ്ത് €10 അവർ ഏൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പകുതി 50%, അതായത് €5 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വരുന്നതാണ്. അങ്ങനെ ഒരു റെഫറൻസ് ഓഫർ കൂടി ഇതിലുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് clickworker.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇത് ചെറിയ ചെറിയ ടാസ്കുകളാണ് നിങ്ങളിതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ സർവേസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സിമ്പിൾ ടാസ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഓരോ ടാസ്കിനും ലഭിക്കുകയുള്ളൂ. ഇതിൽ പേയ്മെൻറ്റും ഇപ്പോൾ കൂടുതൽ ചെറിയ ടാസ്ക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റ് കുറച്ച് ആ ടാസ്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഇപ്പോൾ 1,00,000 ഫേസ്ബുക്ക് ലൈക്ക് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിലിപ്പോൾ ജോയിൻ ചെയ്ത് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള
സിമ്പിൾ ടാസ്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് വിഭജിച്ച് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 20,000 ആയിരിക്കും തരുന്നത്. ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 5-6 ആളുകൾക്ക് ഈ ഒരു ടാസ്ക് തന്നെ കൊടുക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10,000 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ പേയ്മെൻറ്റ് ഹോൾഡായിരിക്കും. മറ്റുള്ള ആളുകൾ കൂടി കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഫേസ്ബുക്ക് പേജിന് 1 lakh ലൈക്സ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ പേയ്മെൻറ്റ്സ് കിട്ടുന്നത്. അത് ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സർവീസോ അല്ലെങ്കിൽ ചെറിയ മറ്റുള്ള ടാസ്കുകൾ കംപ്ലീറ്റ്, ഇപ്പോൾ ഡാറ്റ എൻട്രി പോലത്തെ ചെറിയ വർക്ക്സും ഇതിൽ അവൈലബിൾ ആണ്. അതെല്ലാമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ പേയ്മെൻറ്റ്സ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇതിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് എല്ലാ വെനസ്ഡേയ്സിലായിരിക്കും, എല്ലാ ബുധനാഴ്ചകളിലായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടുന്നത്. അതുകൂടാതെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2005 ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ജർമ്മനി ആൻഡ് US ആണ്. അതുപോലെ തന്നെ 136 കൺട്രീസിൽ ഇവരുടെ വർക്ക് ഫോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഏകദേശം 1.5 മില്യൺ ക്ലിക്ക് വർക്കേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കാൻ തീർച്ചയായിട്ടും പേപ്പാൽ അക്കൗണ്ട് വേണം. ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറാണ്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേപ്പാൽ അക്കൗണ്ട് നിങ്ങൾക്ക് വേണം എന്തായാലും. എന്നാൽ മാത്രമേ ഇതിൻ്റെ വിഡ്രോവൽ സാധ്യമാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുമുമ്പ് നിങ്ങൾ ഈ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. ഇതിൽ എങ്ങനെയാണ് ക്ലയൻറ്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് കിട്ടുന്നത് മുതലായ എല്ലാ സംഭവങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ പ്രോജക്റ്റ് ഒരുപാട് അപ്രൂവലിന് വിധേയമാണ്. അതായത് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ അവർ ടെസ്റ്റ് ചെയ്യും. ക്വാളിറ്റി അഷുറൻസ് എന്ന രീതിയിൽ ഒരുപാട് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ വർക്ക് ജെന്യുവിൻ ആണോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി കൺട്രോൾ ടീമിൻ്റെ അടുത്ത് അവർ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൽ പ്രസ് ചെയ്യാം. ദെൻ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ, ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യണം നിങ്ങൾ. ഇത് മറ്റൊരു കാര്യം ഉള്ളത്, ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ മൊബൈലിൽ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുക എന്നാണ്. കാരണം കൂടുതൽ പ്രോജക്ട്സ് എപ്പോഴും അവൈലബിൾ ആവുന്നത് ലാപ്ടോപ്പിലൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്. ആപ്ലിക്കേഷനിൽ കുറവായിരിക്കും. ഇതുപോലെ ഈ വെബ്സൈറ്റ് മാത്രമല്ല, മറ്റുള്ള ചെറിയ ക്ലിക്ക് വർക്ക്, മൈക്രോ വർക്കേഴ്സ് പോലത്തുള്ള വെബ്സൈറ്റുകളിലെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നിട്ട് ഇന്ത്യ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഫുള്ള് ഇതിൽ സെലക്ട് ചെയ്യണം. ഈ ഒരു ടൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഡാറ്റ എൻട്രി പോലത്തെ വർക്ക്സാണ് നിങ്ങളിതിൽ താല്പര്യമെങ്കിൽ ഡാറ്റ എൻട്രി കൊടുക്കുക. ഞാനിപ്പോൾ ആനിമേഷൻ എന്നാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആനിമേറ്റർ ആൻഡ് ഡാറ്റ റിസർച്ച് എന്നാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുക. കമ്പനി നെയിമൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സ്റ്റാർ കാണിക്കുന്നതിലാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. അവിടെയെല്ലാം നിങ്ങൾ എൻട്രി ചെയ്യണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി ഒന്ന് കൺഫേം ചെയ്ത് രണ്ടാമത്തെ ഈ കോളത്തിലും കൂടി കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ ലോഗിൻ ഡീറ്റെയിൽസ് ആൻഡ് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യുക. ദെൻ ടൈം സോൺ നമുക്കിപ്പോൾ വേണമെങ്കിൽ ന്യൂഡൽഹിയോ മുംബൈയോ കൊൽക്കത്ത ചെന്നൈ ഇതിലേത് വേണമെങ്കിലും കൊടുക്കാം. നമുക്കിപ്പോൾ ന്യൂഡൽഹി കൊടുക്കാം. ഓക്കെ, ദെൻ ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐ ഹാവ് റീഡ് ആൻഡ് ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആണ്. ദെൻ സൈൻ അപ്പ്. ഓക്കെ, യു ഹാവ് ബീൻ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ഓൺ ക്ലിക്ക് വർക്കർ, പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിൽ പോയിട്ട് ഇതിനൊന്ന് കൺഫേം ചെയ്യണം. അക്കൗണ്ട് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പ്രൈമറി അക്കൗണ്ടിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബൾക്ക് മെയിൽ സെക്ഷനിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ പ്രൈമറി മെയിൽ അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് അക്കൗണ്ട് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ്. നിങ്ങൾക്ക് ഇതിൽ പേയ്മെൻറ്റ് ലഭിക്കുന്നത് US ഡോളറിലല്ല, യൂറോയിലായിരിക്കും പേയ്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ട് രജിസ്ട്രേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ജോബ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പേജ് കിട്ടും. ഈ പ്രൊഫൈൽ നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വർക്ക്സ് കാണാൻ സാധിക്കുള്ളൂ. അതായത് ഒരു CV നമ്മൾ ബയോഡാറ്റ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. എബൌട്ട് മീ, അതുപോലെ തന്നെ പ്രൊഫഷൻ,
നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ദെൻ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുക, ലാംഗ്വേജ്, സ്കില്ല്, അതുപോലെ തന്നെ ഹോബീസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അവൈലബിൾ ജോബ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. എബൌട്ട് മീ, അതിൽ എഡിറ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളെക്കുറിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അത് സേവ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഫഷൻ, എഡിറ്റിൽ പ്രസ് ചെയ്യുക, ഇവിടെ പ്രൊഫഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും സേവ് ചെയ്യുക. ദെൻ ഹയസ്റ്റ് ഡിഗ്രി സെലക്ട് ചെയ്യുക, ബാച്ചിലേഴ്സ് ഡിഗ്രി, ദെൻ സേവ്. ഇനി നമുക്ക് വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബ്ലോഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉള്ളത് കാരണം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, HTTPS കൊടുക്കുക, www ഒഴിവാക്കുക. ഇനി വർക്ക് സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ സാമ്പിൾസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നേരെ നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷനിലേക്ക് പോകാം, ലാംഗ്വേജസ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് എല്ലാം സെലക്ട് ചെയ്യുക. മെയിൻലി നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ്, ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യുക. ദെൻ സേവ് സെലക്ഷൻ കൊടുക്കുക. ഇനി മറ്റ് ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും മറ്റു ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ത്യൻ മലയാളമുണ്ട്, അത് ആഡ് ചെയ്യുക. മദർ ടങ്, ദെൻ സേവ് സെലക്ഷൻ. ഓക്കെ, ഏകദേശം 2 ലാംഗ്വേജ് നിങ്ങൾ കൊടുത്താൽ മതി. ദെൻ സ്കിൽസ്, ഈ ഓപ്ഷൻസ് മാക്സിമം നിങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നത് നല്ലത്. കാരണം ഈ ഒരു സെക്ഷനിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാം സെലക്ട് ചെയ്യുക. SEO ടെക്സ്റ്റ്, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം. എനിക്കിപ്പോൾ അത്യാവശ്യം ഇത് അറിയാവുന്ന സംഭവങ്ങളായത് കാരണമാണ് ഞാൻ മിക്കതും സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട, അത് ബ്ലാങ്ക് ഇടുക. ഫിക്ഷൻ ടെസ്റ്റ്, എഡിറ്റോറിയൽ ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഓപ്ഷനിൽ പോവുക, ഹോബീസ്. നിങ്ങൾക്കുള്ള ഹോബീസ് എല്ലാം സെലക്ട് ചെയ്യുക. ഇവിടുന്ന് സ്പോർട്സ്, ഓക്കെ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാവുന്ന കംപ്ലീറ്റ് ഹോബീസും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റഗറീസിൽ നിന്നെല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വർക്ക്സും നിങ്ങൾക്ക് ലഭ്യമാവും ഇതിൽ. സോ അറിയാവുന്ന ഹോബീസ് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ്, അതുപോലത്തെ സംഭവങ്ങളെല്ലാം. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഹെൽത്ത് കെയർ, മാർക്കറ്റിംഗ്, ഓഡിയോ, വീഡിയോ, ക്യാമറാസ്. ഓക്കെ, അപ്പോൾ അതെല്ലാം സെലക്ട് ആയിരിക്കുകയാണ്. ഇനി മെയിൻലി നിങ്ങളുടെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്തെടുക്കുക ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പ്ലീസ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ സ്കിൽസ്. ഓക്കെ, ഇനി വീണ്ടും ഹോമിലേക്ക് പോയിട്ട് നമുക്ക് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തത് കാരണം തിരിച്ച് ഹോം പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബ്സും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഡീറ്റെയിൽസിനനുസരിച്ചുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ജോബ്സ് എന്ന് കാണിക്കുന്നു. ആ ഒരു അവൈലബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതിൽ ചിലതെല്ലാം നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ജോബ്സാണ്. റെക്കമെൻഡ് ക്ലിക്ക് ടു ഫ്രണ്ട് ആൻഡ് അക്കൗണ്ട്, അതായത് ഇതൊരു റെഫറൽ പ്രോഗ്രാമാണ്. ഇതിൽ നിങ്ങളുടെ റെഫറൻസിൽ ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്തിട്ട് അദ്ദേഹം ഒരു 10 യൂറോ ഏൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 50%, അതായത് 5 യൂറോ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് വരും. റെഫറൽ പ്രോഗ്രാമിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഇത്. അതുപോലെ തന്നെ ഒരുപാട് പെർ ജോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പെർ ജോബ് റേറ്റിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് എ വീഡിയോ ഓഫ് യുവർ ഹോം, അതിന് കിട്ടുന്നത് 0.280 യൂറോ ആണ്. നമുക്ക് യൂറോ ടു ഇന്ത്യൻ റുപ്പി ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 0.280 എത്ര വരുമെന്ന് നോക്കാം. ഏകദേശം 21.85. അപ്പോൾ ഏകദേശം 22 രൂപ ഈ ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ജോബ് 280, പിന്നെ വരുന്നത് 480, അതിൻ്റെ ഡബിൾ വരുന്നത് മേക്ക് എ ഫോട്ടോ സെറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഡൂയിങ് ആക്ടിവിറ്റീസ് ഓൺലി ഫോർ iPhone S6 ഓർ ഹയർ. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം. അവൈലബിലിറ്റി മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുകൂടി നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ്സ് ലഭിക്കുള്ളൂ.
അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിലെന്തെങ്കിലും എക്സ്ട്രാ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മേക്ക് എ ഫോട്ടോ സെറ്റ് ഓഫ് എ സീനറി. ഇതെല്ലാം iPhone 6s ഓർ ഹയർ ഫോണുള്ളവർക്ക് മാത്രം ഉള്ള ചില ഓപ്ഷൻസാണ് ഇതെല്ലാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം. ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഡേ കാരണമാണ് ഇത്രയും ഓപ്ഷൻസ് വരുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും ഇതിൻ്റെ നമ്മുടെ പ്രോജക്ട്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ റെക്കോർഡ് എ വീഡിയോ ഓഫ് യുവർ നെയ്ബർഹുഡ്, ഇതെല്ലാം നമുക്കിപ്പോൾ ഏതൊരു ഫോൺ യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണിത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്റ്റീവ് ആയിട്ടുള്ള ക്ലിക്ക് വർക്കേഴ്സിൻ്റെ എണ്ണം 16,30,000 സംതിങ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈനിലുള്ളത് 17,945 പേര് ഇപ്പോൾ കറൻ്റ്ലി ഈ സൈറ്റിൽ ഓൺലൈനിലുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ജോബ്സ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു വേറെ ഓഫേഴ്സ് ആൻഡ് പ്രൊമോഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് മെയിൻലി വരുന്നത് സർവേസ് ഒക്കെയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ കറൻ്റ്ലി സർവേ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ ഓൾ ജോബ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ തന്നെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലാപ്ടോപ്പൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇതിൻ്റെ ക്ലിക്ക് വർക്കേഴ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതും നിങ്ങൾക്ക് വർക്ക് ചെയ്തു അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ്. അതിലായിരിക്കും കൂടുതൽ ഓഫേഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടുതൽ വർക്കൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ വീഡിയോസ് എല്ലാം. സോ ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും ഇതുപോലുള്ള വെബ്സൈറ്റുമായി ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ താങ്ക് യു സോ മച്ച്.